പുതുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഉടമ്പടി എടുത്ത ശേഷവും നിങ്ങൾക്കുണ്ടായ മാറ്റം, നിങ്ങൾ ആരാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള ആൾ തന്നെയാണ് ഇപ്പോഴെങ്കിൽ നിങ്ങൾ പുതുക്കിയിട്ടില്ല. ഈ പേപ്പർ 10-30 പേപ്പർ മേടിച്ചെന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. ഉടമ്പടിക്ക് മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങൾ, ഉടമ്പടിക്ക് ശേഷം എന്താണ്, തമ്മിൽ നോക്കണം വ്യത്യാസം. ദൈവം അസസ് ചെയ്യണ ഒരു വ്യൂ പോയിൻ്റാണ് ഞാൻ പറയണത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി ലാഗാകണത്? ലാഗാകേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ബീനയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബീന ചോദിച്ചിരിക്കുന്നത് ഒരു പ്രാന്തൻ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അവൾക്ക് കരകയും ചെയ്യണം, കിറിയും നന്നാകണം. ഇതെങ്ങനെ നടക്കണം പരിപാടി? അതൊക്കെ കരയണം, ഭാവിട്ട് കരയണം, പക്ഷേ കിറി നന്നായിട്ടിരിക്കണം. നമ്മുടെ ഈ ആൾക്കാരൊക്കെ ബ്യൂട്ടി പാർലറിൽ വരികയില്ല, അതുപോലെ ഇരിക്കണം. കരകയും ചെയ്യണം, പാക്കേജ് ഒന്നും പോകുകയും ചെയ്യരുത്, പണിയാണ്. ഇതുപോലെയാണ് ബീനയുടെ അവസ്ഥ. അവൾക്ക് ജോലിയും കിട്ടണം, നേഴ്സിൻ്റെ ജോലിയും ചെയ്യണം, എന്നാൽ വീട്ടിൽ വരികയും ചെയ്യണം. പല ആൾക്കാർ പക്ഷേ അവളുടെ അവസ്ഥ അതായത് കാരണം മാതാവ് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഉടനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവളുടെ ഉടമ്പടി ജെനുവിനായത് കാരണം ഇവളുടെ ഉടമ്പടി അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് മറിയം സൈൻ ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, അമ്മ പച്ച മഷിക്ക് ഒരു കോറിക്കഴിഞ്ഞാൽ പിന്നെ ഓവർ റൈറ്റിംഗ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഈശോ പിന്നെ ഇടയ്ക്ക് കയറി അത് റൈറ്റ് ചെയ്യത്തില്ല. അമ്മ കോറ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ, അപ്പോൾ ഈ കാനായിലെ കല്യാണത്തിൽ അങ്ങനെയാണല്ല, അവൻ പറയുക ചെയ്യാൻ പറഞ്ഞ് കോരി ഇട്ടിരിക്കുകയാണ്, പിന്നെ അവിടെ റീറൈറ്റിംഗ് ഒന്നും ഇല്ല. അത് നേരെ അങ്ങോട്ട് പാസ്സായി പോകുകയുള്ളൂ. കാര്യം അമ്മയുടെ ഒരു ബലം അതാണ്, ഒരു മരിയൻ ബലമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ബീനയുടെ വിഷയത്തിൽ അമ്മ ഒരു പോസ്റ്റ് അവരുടെ സ്കൂളിൽ തന്നെ, അടുത്തുള്ളൊരു സ്കൂളിൽ, ഒരു വലിയ പുരാതനമായ സ്കൂളിൽ തന്നെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഉടനെ എൻ്റെ അമ്മ ആ സാക്ഷ്യത കേൾക്കണം. ഒരു പോസ്റ്റ് ഇവയ്ക്ക് വേണ്ടി മാത്രം ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. എന്തിൻ്റെ പോസ്റ്റാണ്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ്. എങ്ങനെ പരിപാടി ഉണ്ടെന്നൊക്കെ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്സിൻ്റെ പോസ്റ്റല്ലേ, കെമിസ്ട്രിയുടെ പോസ്റ്റല്ലേ, നേഴ്സിംഗ് പോസ്റ്റ്. എന്നുവെച്ചാൽ രാവിലെ പോയാൽ മതി, വൈകുന്നേരം വരാൻ പറ്റും. എന്നിട്ട് ഇൻ്റർവ്യൂ, എന്നിട്ട് ഒരു കൂട്ടുകാരി മുഖേന ഇവർക്ക് ഇൻറ്റിമേഷൻ കിട്ടും. ഇന്ന സ്കൂളിൽ ഒരു നേഴ്സിംഗ് പോസ്റ്റ്, ഹെൽത്ത് കെയർ എന്നും പറഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനുടനെ ഇവൾ ഭർത്താവും ഭാര്യയും കൂടി ഇൻ്റർവ്യൂവിന് പോകും. ഇൻ്റർവ്യൂ പോകുമ്പോൾ അവിടുത്തെ കന്യാസിമാരൊക്കെ, വലിയ സ്കൂളാണ്, ഇങ്ങനെ താടി കൈകൊണ്ട് നിൽക്കുന്നത്, എന്ത് പോസ്റ്റ് ഇതെങ്ങനെ, ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പോസ്റ്റില്ല. എന്താ കാര്യം? ഇംഗ്ലീഷ് സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ്, ആശുപത്രിയിലല്ലേ നേഴ്സിംഗ് പോസ്റ്റ്. എന്നിട്ട് ഇവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അവൾക്ക് അവിടെ ജോലി കിട്ടും. എന്താ പരിപാടി? കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കെയർ. എന്നിട്ട് ആ ജോലി എന്താ ചെയ്യണം? അവൾ പറയണേ, ഇപ്പം ഞാൻ ആ സ്കൂളിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെയാണ് ഓട്ടോറിക്ഷയിൽ പോണത്. അധ്യാപികയായിട്ട് പോകുകയല്ല, നേഴ്സിംഗ് ജോലി ചെയ്യാൻ സ്കൂളിൽ പോവുകയാണ്. ഇവരെന്താണ് ഉടമ്പടി പറഞ്ഞത് അണുവിട തെറ്റാതെ കൃത്രിമമായിട്ട് ഒരു സ്കൂളിൽ ഒരു സ്പേസ്, ഒരു പോസ്റ്റ് സൃഷ്ടിച്ചിട്ട് അവിടെ തന്നെ ഇവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആ കുഞ്ഞുമായിട്ട് അവർ സ്കൂളിൽ നിന്ന് വരും. ഇതാണ് സാക്ഷ്യം. ഇതാണ് ഉടമ്പടി റേഞ്ച് എന്ന് പറയണത്. നിനക്ക് വേണ്ടി മാത്രം. അത് എന്നുവെച്ചാൽ ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു നിലപാടാണത്. നീ ഉത്തമയാണെന്ന് കണ്ടാൽ നിനക്ക് വേണ്ടി ജനതകളെ, യെശയ്യാ 43:4, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ദൈവത്തിന് പ്രിയങ്കരമായി നോക്കണം. ഉടമ്പടി പോലെ സത്യസന്ധമായ ഉടമ്പടി ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ദൈവത്തിന് പ്രിയങ്കരമായി മാറ്റുന്നതിനേക്കാൾ വലിയ ഒരു പ്രാർത്ഥനാ രൂപമില്ല. ഇവിടെ എന്താ? ഒന്നിന് വായിച്ചേ യെശയ്യാ 43:4. യെശയ്യാ 43:4 ഏറ്റു പറയുക.
നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ഏതറ്റം വരെ അറ്റ് എനി കോസ്റ്റ് ദൈവം ചെയ്യാൻ വിചാരിച്ചാൽ ചെയ്തിരിക്കും. പക്ഷേ ഒരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്താണ്? നീ എനിക്ക് വിലപ്പെട്ടവനായിരിക്കണം. പിന്നെ ആരാണ്? പ്രിയങ്കരനായിരിക്കണം. അപ്പം ഉടമ്പടി ഫോർമാറ്റ് എന്ന് പറയണത് ബേസിക്കായിട്ട് നമ്മളെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കുന്ന പ്രാർത്ഥനയാണ്, പദ്ധതിയാണ്. ദൈവത്തിന് പ്രിയങ്കരമാക്കുക. നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അവൻ പറയുമ്പോൾ ചെയ്യണം പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും, ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും, ദൈവത്തിന് ബഹുമാന്യരായിരിക്കും. ദൈവം നിന്നെ ബഹുമാനിക്കുന്ന രീതിയിലേക്ക് നീ പുണ്യത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കണം. ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ഈ ദൈവത്തിന് പ്രിയങ്കരനായിരിക്കുക, ദൈവത്തിന് ബഹുമാന്യനായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ കൗണ്ടർ പാർട്ടുണ്ട്. പിന്നെന്താണ്? ലോകത്തിന് പ്രിയങ്കരമായിരിക്കുക. അവിടെയാണ് അനുതാപം ആവശ്യമായി വരണത്. ലോകത്തിന് പ്രിയങ്കരമായിരിക്കുക, സാത്താന് പ്രിയങ്കരമായിരിക്കുക. ഈ ഉടമ്പടി ആധ്യാത്മികതയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അതിശയങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്, അത്ഭുതങ്ങൾക്കും. അതിന് വിശ്വാസം മതി, വിശുദ്ധിയുടെ ആവശ്യമില്ല. അത്ഭുതങ്ങളും അടയാളം ഉണ്ടാകാൻ ഒരു പരിധി വരെ വിശുദ്ധി ഇല്ലെങ്കിലും വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങളും അടയാളം ഉണ്ടാവും. അത്ഭുതങ്ങൾ അടയാളം അനുഭവിച്ച് സാക്ഷ്യം പറയുന്ന ആൾക്കാർ വിശുദ്ധരാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അവിടെ അത്ഭുതം അനുഭവിക്കുന്നവർ വിശുദ്ധരുമാണ് ചിലർ. എന്താ കാര്യം? അവർക്ക് സ്നേഹത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തെ ദൈവം തള്ളിപ്പറയണത്. വിശ്വാസത്തെ ദൈവം ഉയർത്തിപ്പിടിക്കുന്ന ദൈവം തന്നെ ചില ഘട്ടങ്ങളിൽ വിശ്വാസത്തെ തള്ളിപ്പറയും. നമ്മൾ പറയും വിശ്വാസമാണ് എല്ലാം എന്ന് പറഞ്ഞാൽ ദൈവം പറയും വിശ്വാസമല്ല എല്ലാം. അതറിയണമെങ്കിലേ 1 കൊരിന്ത്യർ 13:2 എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. അതിശയങ്ങളൊക്കെ നടക്കും, ഒന്നുമല്ലെന്ന്. അതിശയം അത്ഭുതമൊക്കെ നടക്കും. കല്യാണം നടക്കും, ജോലി കിട്ടും, PR കിട്ടും, പെൻഷൻ കിട്ടും, വസ്തു വിൽക്കും, ജെട്ടിനോട് മാറും, എല്ലാം നടക്കും. പക്ഷെ ഒന്നുമല്ലെന്ന്. ഈ അതിശയങ്ങളൊക്കെ നടത്തിയാലും ആളിന് ദൈവത്തിന് മുമ്പിൽ വിലയൊന്നുമില്ല. അതെന്താ കാര്യം? ഈ 1 കൊരിന്ത്യർ 13:2 ഒന്ന് വായിച്ചേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. അപ്പൊ ഈ ഒന്നുമല്ലാത്ത അവസ്ഥ ബിഗ് സീറോ ആയിട്ടിരിക്കും. വിശ്വാസമല്ല എല്ലാം. ഈ വിശ്വാസത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടത്തിയാലും ശരി, നിങ്ങൾ നാളെ കോടീശ്വരനായാലും ശരി, ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ബിഗ് സീറോയായി മാറും. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, കർത്താവേ ഞങ്ങളുടെ തിരുവീഥികളിൽ നീ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ ദിക്സാക്ഷികളായി കഴിഞ്ഞിട്ടും പറയും ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഓ ദിവ്യകാരുണ്യമേ സ്നേഹമേ അങ്ങേയ്ക്കായിരം സ്തോത്രമേ. ഓ
മത്തായി 7:21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. മത്തായി 7:21. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല. പറഞ്ഞേ, കർത്താവേ 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 എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നതല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ 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 ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യം, ഈ അടയാളങ്ങൾ കണ്ടാലും സാക്ഷ്യം പ്രവർത്തിച്ചാലും സാക്ഷ്യങ്ങൾ ഉണ്ടായാലും നമ്മൾ ചില സമയത്ത് ദൈവതിരുസന്നിധിയിൽ ദൈവം അറിയാത്ത ആൾക്കാരായിട്ട് മാറും. കാര്യം അത്ഭുതങ്ങളും അടയാളങ്ങളും ആധ്യാത്മികതയുടെ ഭാഗമല്ല. ശരിക്കും ആധ്യാത്മികതയുടെ ഒരു വരാൻ പോകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് വരും. ഇപ്പം കമ്മിങ് ലവ് ഓഫ് ഗോഡ്, ദ സൈൻ ഓഫ് കമ്മിങ് ലവ് ഓഫ് ഗോഡ്, നമ്മളിലേക്ക് ദൈവം വന്ന് ചേർന്ന് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു അറിവടയാളമായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ അതിൽ തന്നെ ദൈവമായിട്ടുള്ള ബന്ധമല്ല. ശരിക്കും ദൈവമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ എന്ത് ചെയ്യണം? അനീതി പ്രവർത്തിക്കുന്നവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുന്നവരെ. നീതിയും സ്നേഹവും തമ്മിലാണ് ബൈബിള് കണക്ട് ചെയ്യണത്. അനീതി പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുന്നവരെ. കുറേ കാര്യങ്ങളൊക്കെ നടക്കാം, പക്ഷേ അതേസമയം നമ്മുടെ ഉള്ളിൽ ബേസിക്കായിട്ട് സ്നേഹം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ദുരന്തം പിടിച്ച ക്രിസ്ത്യാനി ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ഉടമ്പടി. പല ആൾക്കാരുടെയും വിശ്വാസം പോയിരിക്കണേ എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ നീലത്തിരി കത്തിക്കുമ്പോൾ തന്നെ മരുമോൾ എന്താണ്ട് അപ്പുറത്തുനിന്ന് പറയണത്, ശവം നീലത്തിരി കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവളുടെ കാര്യമൊക്കെ നടക്കാൻ വേണ്ടി ഇങ്ങനെ പറയും. ഇവളുടെ കയ്യിരിപ്പ് ദൈവത്തിന് അറിയാവാ. ഈ ജന്മത്തി അക്കറെ 1000 തിരി കത്തിച്ചാൽ ഇവർ രക്ഷപ്പെടത്തില്ല എന്നാണ് അടുക്കള എന്നുകൊണ്ട് ചിലപ്പോൾ അമ്മ അല്ലെങ്കിൽ മരുമകളെ പറയണത് നിങ്ങളെക്കുറിച്ച്. എന്താ കാര്യം? നിങ്ങൾ ഏറ്റവും അറിയാവുന്നവരാരാണ്? നിങ്ങളുടെ വീട്ടിലുള്ളവരാ. ദൈവം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അറിയാവുന്നവരാരാണ്? നിങ്ങളുടെ വീട്ടിലുള്ളവരാണ്. അപ്പം നിങ്ങൾ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ജയിക്കുമ്പോൾ മറ്റുള്ളവർക്കറിയാം എത്ര ഉടമ്പടിക്ക് പോയിട്ടും ഇത് പണ്ട് പാക്കനാർ ചുരക്കായും കൊണ്ട് കാശി പോയ പോലെ ഇരിക്കുമെന്ന്. കാശി കൊണ്ടുപോയി ഗംഗാനദിയുടെ തീരത്ത് പാക്കനാർ പോയ വഴിക്കെല്ലാം നമുക്കറിയാമല്ലോ പറയിച്ച് പെറ്റ പന്തിരികുലത്തിലെ ഒരാളാണ് ഉളിയന്നൂർ പെരുങ്ങുന്തച്ഛനും പിന്നെ പാക്കനാരും. പാക്കനാർ കാശിക്ക് പോയപ്പോൾ പെണ്ണുമ്പോൾ പറഞ്ഞ് മനുഷ്യനെ ഈ ചുരക്കായും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? വന്നതിനും പോയതിനും എല്ലാം പാക്കനാർ ഇവിടെ കഴുത്തിന് പിടിക്കും. അതാണ് പ്രശ്നം പെണ്ണുമ്പിള്ളയുടെ. അപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ മാനസാന്തരം ഉണ്ടായി. പുള്ളിക്കാരൻ കാശിക്ക് പോവുകയാണ്. അപ്പോൾ പെണ്ണുമ്പിള്ള പറഞ്ഞ് ചുരക്കായും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അത് എന്തെങ്കിലും ഒരു നൈവേദ്യത്തിനായിരിക്കും വിചാരിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകാൻ കേട്ടാന്ന് പറഞ്ഞ് അവിടെ പൂജിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയി നമുക്ക് അറിവിച്ച് കഴിഞ്ഞാൽ എല്ലാ രോഗം മാറുമെന്ന് പെണ്ണുമ്പിള്ള പറഞ്ഞിരിക്കുക. അങ്ങനെ ചുരക്കായും കായ്ക്കൊണ്ട് പാക്കനാർ പോയിരിക്കുകയാണ് കാശിക്ക്. പോയ എല്ലാ വെച്ചമ്പലത്തിലും കുടുംബക്ഷേത്രങ്ങളിലും എല്ലാം പാക്കനാർ തൊഴുകയും ചെയ്യും. അവിടെയുള്ള കുളത്തിലെല്ലാം ഈ ചുരക്ക കഴുകുകയും ചെയ്യും. തിരിച്ച് കാശിക്ക് പോയി ഗംഗയിലും കൊണ്ട് സ്നാനം ചെയ്തപ്പോൾ പാക്കനാർ ചുരക്ക അവിടെ കഴുകി തിരിച്ച് കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്തേ നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ കുറവുണ്ടായിരുന്നു. പെണ്ണും വിളിച്ച് വെട്ടിക്കീറി കഴുകി വെട്ടി കൊത്തി എരിഞ്ഞ് കറിവെക്കുകയും ചെയ്ത്. പക്ഷേ ചുരക്കാക്ക് കയ്പ്പാണ് ഭയങ്കര. അപ്പോഴേ പാക്കനായ പറഞ്ഞ് നീ കറിവെച്ചിട്ട് പിന്നെ ചുരക്കാക്ക് കയ്പ്പാണല്ല. അപ്പോൾ പെണ്ണുമ്പിള്ള ചിരിച്ച്
എന്താ കാര്യം? ഇതുപോലെ നിങ്ങളുടെ അവസ്ഥയെന്ന്. ഇതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥയെന്ന്. എത്ര തീർത്ഥസ്ഥലിൽ കഴുകിയിട്ടും നിങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. എത്ര ഉടമ്പടി എടുത്തിട്ടും നിങ്ങൾ പഴയ ആളാണ്. തെറ്റുകൾ ആവർത്തിക്കുന്നു എന്ന് പറയണത്. തെറ്റുകൾ ആവർത്തിക്കുന്നു. ആ പഴയ ജീവിതത്തിൻ്റെ കയ്പ്, സ്വഭാവത്തിൻ്റെ കയ്പ് മാറണില്ല, മധുരമാകണില്ല, സ്നേഹം വരണില്ല. കുറേ അടയാളം കാണുന്നു, കുറേ സാക്ഷ്യം പറയുന്നതല്ലാതെ ഹൃദയത്തിന് ആ സ്നേഹത്തിലേക്കും ക്ഷമയിലേക്കും ആ കൈമാറ്റത്തിലേക്കും മറ്റുള്ളവരെ സന്ധിക്കുന്നതിലേക്കും ഒരു മധുരിതമയിലേക്ക് വരണില്ല. കയ്പാണ് ഇപ്പോഴും ഇരിക്കണത്. പാക്കിലാൻ്റെ ചുരക്ക പോലെ തന്നെയാണ് ഉടമ്പടിക്ക് ശേഷവും നിങ്ങൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയാവോ? പണ്ട് കർത്താവ് ഒരു ചേടത്തിയോട് പറഞ്ഞ് എന്താ പറഞ്ഞത്? അപ്പോൾ ആ ചേടത്തി അത് അക്സെപ്റ്റ് ചെയ്തു. എന്താ പറഞ്ഞത്? മർക്കോസിൻ്റെ 27 അല്ലേ? കാനങ്കാരിയോട് കാനങ്കാരി പറഞ്ഞ് എൻ്റെ മകള് ഭയങ്കര അസുഖമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. പിശാച് ബാധിച്ചിരിക്കണമെന്ന് പറഞ്ഞു. മകള് അവളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചൊരു അത്ഭുതം കാണിക്കണം, എൻ്റെ മകളെ രക്ഷപ്പെടുത്തണമെന്ന് കർത്താവിനോട് ഈ കാനങ്കാരി പറയും. അപ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? മർക്കോസ് 7:27. അവൻ പ്രതിവചിച്ചു. എന്താണ്? ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് മക്കളുടെ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അതാണ് ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. പൊതുവെ ഈ കമന്ററി പുസ്തകങ്ങളിലൊക്കെ കിടക്കണ എന്താണെന്നറിയോ? മക്കളെന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരും പുറത്തുള്ള വിജാതീയരായിട്ടുള്ള ഇസ്രായേൽക്കാരല്ലാത്ത ആൾക്കാരാണ് നായ്ക്കളെന്ന്. ശരിക്കും പറഞ്ഞാൽ അതാണോ? മക്കളെന്ന് പറയുന്നത് നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരുമുണ്ട്, ലോകജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരുമുണ്ട്. ബൈബിളല്ലേ നമ്മൾ വ്യാഖ്യാനിക്കണത്, അല്ലാതെ അവിടുത്തെ ജിയോഗ്രാഫിക്കൽ സിറ്റുവേഷൻ സമുദായ സമവാക്യങ്ങളാണ് ആ വ്യാഖ്യാനിക്കണത്. അല്ല, ബൈബിൾ എന്താ പറയണത്? ആരാണ് നായെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ബൈബിൾ പറയണത് ആരാണ്? മക്കളുടെ അപ്പം ഇവിടുത്തെ നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. ആരാണ് നായ? സുഭാഷിതം വായിച്ചേ. സുഭാഷിതം ഒരു 26:11 വായിച്ചേ. ആരാണ് നായ എന്ന് പറയുന്നുണ്ട് അവിടെ? സുഭാഷിതങ്ങൾ 26:11. ഭോഷത്വം ആവർത്തിക്കുന്നവൻ, തെറ്റുകൾ ആവർത്തിക്കുന്നവൻ. പറഞ്ഞേ, തെറ്റുകൾ ആവർത്തിക്കുന്നവൻ ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. അതാണ് പ്രശ്നം. തെറ്റുകൾ ആവർത്തിക്കുന്നവനെയാണ് ബൈബിൾ നായ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് അച്ഛൻ്റെ വ്യാഖ്യാനമല്ല, ഞാൻ ആ വ്യാഖ്യാനം എടുത്തത് പത്രോസിൽ നിന്നാണ് എടുത്തത്. 2 പത്രോസ് 2:20. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെ കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു. നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു. അതാണ് സംഭവം. അതായത് നായ ഛർദിച്ചത് തന്നെ, ഇതേതാണ് നായ എന്ന് പറയണത്? ഈ ഛർദിച്ചത് തന്നെ പിന്നെ തിന്നുന്ന ഒരു സ്വഭാവമാണ് നായ്ക്കുള്ളത്. ഇത് തന്നെ തെറ്റുകളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആളിനെയാണ് ബൈബിൾ നായ എന്ന് വിളിക്കണത്. മനസ്സിലായില്ലേ? ഒരിക്കൽ കർത്താവിൻ്റെ ഉടമ്പടിയിലൂടെ നീ വന്നു, സാക്ഷ്യങ്ങൾ പറഞ്ഞു, വിശുദ്ധ ജീവിതം നയിച്ചതിന് ശേഷം വീണ്ടും അവയാൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്ത് നീ വീണ് പോയാൽ ആരാണ് നീ നായയാണ്. എന്താണ്? തെറ്റുകൾ ആവർത്തിക്കുന്നു. സുഭാഷിതം എന്താ പറയണത്? 26:11 ഫോഷൻ
തെറ്റുകൾ ആവർത്തിക്കുന്നു, അവൻ ഛർദ്ദിച്ച് തിന്നുന്ന നായയെപ്പോലെയാണെന്ന്. അപ്പം നിങ്ങൾ വിട്ടുപേക്ഷിച്ച തെറ്റുകളെ, തിന്മകളെ ഉടമ്പടി കാലത്തിന് ശേഷം വീണ്ടും നിങ്ങൾ ആവർത്തിച്ചാൽ ദൈവതിരുസന്നിധിയിൽ ഛർദ്ദിച്ച് തിന്നുന്ന നായയെപ്പോലെയാണ്. ഛർദ്ദിച്ച് തിന്നുന്ന നായക്കുള്ള കുഴപ്പം എന്താണ്? മക്കളുടെ അപ്പം കിട്ടത്തില്ല. മക്കളുടെ അപ്പം എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവനാസാനം. മക്കളുടെ അപ്പത്തെക്കുറിച്ച് മാത്രം നമ്മൾ ബൈബിളിനോട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഞാൻ നൽകുന്ന അപ്പം ഭക്ഷിക്കുന്നവന് അവൻ മരിക്കുകയില്ല. അതാ സംഭവം. മക്കളുടെ അപ്പം എന്ന് പറയുന്നത് എന്താണ്? നിത്യജീവനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഉടമ്പടിയുടെ ഒരു അത്ഭുതകാലം കഴിയുമ്പോൾ ആ വ്യക്തി ഉടമ്പടി വയറ്റിലേക്ക്, ഉടമ്പടി സിൽവർ ഗ്രേഡിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിനോടുള്ള മനുഷ്യനുള്ള സ്നേഹത്താൽ സ്വീകരിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളം കാണാത്ത ദൈവത്തിൻ്റെ തിരുമനസ് നിങ്ങളറിയാത്ത ഭക്ഷണം കൂടെ യോഹന്നാൻ 4:32 അവൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അതായത് ഇന്ന് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമരക്കാരിയുമായിട്ടുള്ള യേശുവിൻ്റെ അതായത് ഡിസ്കോഴ്സാണത്, സമരിയൻ ഡിസ്കോഴ്സ്. അവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 12 പേരെയും. അപ്പോൾ ഇന്നലെ എൻ്റെ കപ്പേരസ് എന്നോട് പറയണേ, എൻ്റെ അച്ഛ ഈശോയുടെ കാര്യം ഓർത്തിട്ട് ഞാൻ വെളുപ്പിലിരുന്ന് കരഞ്ഞു പോയെന്ന്. ഞാൻ വിളിച്ചു, എന്നാ പരിപാടി? അതല്ല അച്ഛാ, ആ സമരക്കാരിയെ വിശ്വാസത്തേക്ക് വിളിക്കാൻ വേണ്ടി ഈശോ 12 പേരെയും പറഞ്ഞു വിട്ടില്ലേ? ഒരാൾക്ക് എന്തിനാ ഭക്ഷണം മേടിക്കാൻ 12 പേരെയും പറഞ്ഞു വിട്ടത്? ഞാൻ തന്നെ വിളിച്ചു പോയി. കർത്താവിൻ്റെ അൾത്താരയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവൻ വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് കണ്ണീര് ചൊരിയുന്നു. ആരെക്കുറിച്ച് ഓർത്തിട്ടാ? മക്കളെക്കുറിച്ച് ഓർത്തിട്ടല്ല, ഭാര്യയെക്കുറിച്ച് ഓർത്തില്ല, കുടുംബത്തെക്കുറിച്ച് ഓർത്തില്ല, കർത്താവിനെക്കുറിച്ച് ഓർത്തിട്ട്. ഒരു വിശുദ്ധിയിലേക്കൊരു വ്യക്തിയെ വിളിക്കാൻ വേണ്ടി ആ മനുഷ്യൻ ചിന്തിച്ചപ്പോൾ പറയുന്നത്, അയാളോട് ഈശോ പറഞ്ഞത് ഞാൻ 12 പേരെയും പറഞ്ഞു വിട്ടായിരുന്നെന്ന്. എന്തിനാണ്? ഇവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അത് നാട്ടുകാരെ കേൾപ്പിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അവളോട് പറയേണ്ടതല്ലേ. അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ള കേൾക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് ഞാൻ അവളോട് പറഞ്ഞതാണ്. നീ പറഞ്ഞതൊക്കെ ശരിയാണ് മകളെ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല. അപ്പോൾ അവളെ ഒരു കൗൺസിലിംഗ് കർത്താവ് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, താൻ ചെയ്ത കാര്യങ്ങൾ തന്നോട് പറയാൻ വേണ്ടി മാത്രം ദൈവം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എല്ലാവരുടെയും പ്രശ്നം അതാണ്. എന്താണ്? ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നല്ലേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു അനുഭവമാണ് ശരിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായി, ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ലോകത്ത് 600 കോടി മനുഷ്യരുണ്ടെങ്കിലും ഞാൻ മാത്രമേ ഉള്ളെങ്കിലും എന്നെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ നന്മ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ദൈവം എത്രയോ വലിയവനാണ്. ആ ദൈവത്തെക്കുറിച്ച് സ്നേഹത്തെ ഓർക്കുമ്പോഴാണ് ശരിക്കും അനുതാപം ആരംഭിക്കുന്നത്. അനുതാപം ആരംഭിക്കുന്നത് ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഒരിക്കലും ഞങ്ങൾ പാപത്തെക്കുറിച്ച് ഇങ്ങനെ 1 2 3 4 എന്ന് പറയത്തില്ല. എന്താ പറയണം? ഞങ്ങൾ അനുതാപത്തെക്കുറിച്ച് പറയും. അനുതാപത്തെക്കുറിച്ച് എന്താ പറയണത്? അനുതാപം ഒരു പ്രോഡക്റ്റാണ്. എന്തിൻ്റെയാണ്? ദൈവസ്നേഹത്തിൻ്റെ പ്രോഡക്റ്റാണ്. നിങ്ങൾ പത്രം കൊടുക്കുമ്പോഴും, കർത്താവേ എനിക്ക്
കൊടുക്കാനേ പറയും. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഇത് കണ്ട് വായിക്കാൻ പറ്റണില്ല. പക്ഷെ മറ്റുള്ളവർ വായിക്കാൻ വേണ്ടി ഞാനിത് കൊടുക്കുമ്പോൾ എൻ്റെ പരാധീനത കൂടി അവരെ പരിഹരിച്ചിട്ട് അവർ വായിച്ചിട്ട് നിന്നെ അറിയാൻ ഇടയാക്കണേ. അങ്ങനെ ഉള്ളിൽ പ്രാർത്ഥനയോടുകൂടിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹം വർദ്ധിക്കാം. സാക്ഷ്യങ്ങൾ പറയുന്നവരുടെ ദൈവസ്നേഹത്തിൽ നിലവാരം നിങ്ങൾ ശ്രദ്ധിക്കണം. വല്ലാത്ത നിലവാരമുള്ളവരാണ് ഈ സാക്ഷ്യം, ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യം പറയണത്. അങ്ങനെ വരുമ്പോൾ ദൈവസ്നേഹം മുന്തുന്ന അനുസരിച്ച് കൊണ്ട് അനുതാപം നിരന്തരമായിക്കൊണ്ടേയിരിക്കും. നിരന്തര അനുതാപം അത് ക്രിസ്തുവിനെ കൂടാതെ നീ നടക്കാൻ തീരുമാനിച്ച രാത്രി നടക്കുന്നവനാണ്. ഇന്നലെ നാളെ വീഴും. ഒരുപക്ഷെ നീ ഇവിടെ വിവരമുള്ളവനാകാം, ഒരുപക്ഷെ നീ അവാർഡ് വാങ്ങിക്കാം, ഒരുപക്ഷെ നീ പണം ഉള്ളവനാകാം. പക്ഷേ നിൻ്റെ നിത്യത രാത്രിയിലാണ്. രാത്രിയിലെ ആ നിത്യതയ്ക്കുള്ള വഴികളിൽ ഇന്നലെ നാളെ നീ തട്ടി വീണിരിക്കും. ദാറ്റ് മീൻസ് നിനക്ക് ഷെയർ ഇല്ലെന്നർത്ഥം. കർത്താവിൻ്റെ ഓഹരിയിൽ ഓർമ്മിച്ച് വേണം കർത്താവ് ഇവിടെ നിൽക്കാനും നടക്കാനും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യമായ അനുതാപമാണ് ഉടമ്പടിയുടെ സമർത്ഥമായ ആധ്യാത്മികത. മക്കളെ, ഒരു കൈ ഇടത് കൈ ഇടത് നെഞ്ചിലും വലത് കൈ ഹൃദയ ശിരസിലും വെച്ചുകൊണ്ട് ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ ജീവിതാവസ്ഥകളുടെ മേലും ദൈവികമായ ശക്തി ആവശ്യിക്കുന്ന സമയമാണ്. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ശ്രുതികട മക്കളെ, ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, നിന്റെ തിരുമുറിവാടുന്ന വലതുകരം, ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും വെക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം. ശ്രുതിയുടെ മക്കളെ, ശ്രുതിയുടെ മക്കളെ, കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ തിരുമുറിവാടുന്ന വലതുകരം മകൻ്റെ ശിരസ് വെക്കണമേ, മക്കളുടെ ശിരസിൽ വെക്കണമേ. സന്ധ്യബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അച്ഛൻ ഓരോ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് ഉച്ചത്തിൽ പറയണം. നിങ്ങളുടെ സന്ധ്യബന്ധങ്ങളിലെ മാംസപേശികളിലെ രക്തഞരമ്പുകളിലെ ആന്തരിക അവയവങ്ങളിലെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ മാരക രോഗങ്ങളിലെ തീരാവേദികളിലെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിലെ ദൈവത്തിന് സത്യ സൗഖ്യം പ്രാപിക്കട്ടെ. വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തുവാൻ സദയം തുടേണേ സുഖമായി എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ജപ്തി നടപടി നേരിടുന്നവർ, മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ, മാനസിക രോഗങ്ങൾ അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ വിവാഹം ഒത്തുവരാത്തവർ, ഡൈവേഴ്സിന് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവർ, വീണ്ടും ഒരുമിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, വിസയ്ക്ക് പണം കൊടുത്തവർ, പോകാൻ പറ്റാത്തവർ,
തിരിച്ചു വരാൻ പറ്റാത്തവർ, ജയിലിലാകപ്പെട്ടവർ, അങ്ങനെ എല്ലാ മേഖലയുള്ളവർ അത് വിടുതലിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. കൃപാസനം ലൈറ്റ്